ആ സുഹിത്ത നീയോ? ആ ദിനോട്ടാ, അതൊരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു, അതാ ഞാൻ നേരിട്ട് വന്നത്. എന്താടാ? അത് വേണമെന്നല്ല, ദിനോട്ട അടുത്ത് ഒരു 5000 രൂപ ഉണ്ടാവും. എടാ അതിപ്പോ കയ്യില് ക്യാഷ് ആയിട്ടൊന്നും എടുക്കാനില്ല. ഇല്ല, ക്യാഷ് ആയിട്ട് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഫോണിലേക്ക് ഗൂഗിൾ പേ ചെയ്താൽ മതി. അത്രയ്ക്ക് അത്യാവശ്യത. എടാ അതിപ്പോ മറ്റന്നാൾ എന്തായാലും ഞാൻ തിരിച്ചു തരും. എന്നാലേ നീ ഒരു 2 മിനിറ്റ് ഇരിക്കും, ഞാനിപ്പോ വരാം. നീ നേരത്തെ വിളിച്ചപ്പോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഹേവ് മോൻ എന്താ പഠിക്കാൻ എന്തുണ്ട് പറഞ്ഞിട്ട് ഫോൺ ഇത്ര നേരം അവന്റെ കയ്യിലായിരുന്നു. ഇപ്പഴാ ഒന്ന് എനിക്ക് കിട്ടിയത്. ഞാൻ അത് ഫോണൊന്നും മോനെ ചെറിയമ്മയാ ഇപ്പൊ വിളിച്ച് സംസാരിച്ചോണ്ടിരിക്കുക. അതൊന്നും സാരല്ല, ചെറിയമ്മല്ലേ. അവൻ ഫോണും തന്നെ, എനിക്കൊരു അർജന്റ് കാര്യമുണ്ട്. എന്താ മോനെ കാര്യ? അതൊക്കെ ഉണ്ട്, അവൻ ഫോണും തന്നെ. എടാ നിന്നെ സാധാരണ വിളിക്കുന്ന നമ്പറിലേക്ക് അയച്ചോ പോരെ പൈസ? അത് മതി, അതിലേക്ക് അയച്ചാൽ മതി. എടാ വന്നു നോക്ക്. കിട്ടിയിട്ടുണ്ട്. ഞാൻ മറ്റന്നാളെ ഈ നമ്പറിലേക്ക് ഞാൻ തിരിച്ചയക്കാട്ടോ. വേണ്ട വേണ്ട, ഇത് അമ്മേന്റെ നമ്പറാ, നീ എന്റെ നമ്പറിലേക്ക് അയച്ചാൽ മതി. ആയിക്കോട്ടെ. എന്തായാലും താങ്ക് യു ദിനേട്ടാ. ശരി. നീ എന്ത് പണിയാ മോനെ ചെയ്തത്? എന്റെ മൊബൈലിലാണ് ആ കുട്ടിക്ക് പൈസ കൊടുക്കുന്നത്. അവനെന്തോ അത്യാവശ്യമുള്ളതുണ്ടെന്ന് ചോദിച്ചതാ, അതുകൊണ്ടല്ലേ ഞാൻ കൊടുത്തേ. അല്ല ഞാൻ കൊടുക്കൂ? എടാ ഞാനിത് വേറെ കാര്യത്തിന് വെച്ച പൈസയാ. നിന്റെ ഇല്ലേ പൈസ, അത് കൊടുത്താ പോരെ? ഞാൻ എന്തെങ്കിലും ഇച്ചിരി എടുത്തു വെക്കുമ്പോഴേക്കും അത് നടത്തി ചെലവാക്കും. അമ്മയ്ക്ക് എന്തിന്റെ കേടമേ? അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്ത് ചെലവാടുള്ളത്? കുറച്ച് മരുന്ന് വാങ്ങണം, വീട്ടിലെ സാധനങ്ങൾ വാങ്ങണം. അല്ലെങ്കിലും അമ്മേന്റെ ഈ അക്കൗണ്ടിൽ നിന്ന് ഞാൻ പൈസ അയക്കുന്നതിന് അമ്മയ്ക്ക് എന്തത്ര വിഷമം? ഞാൻ തരുന്ന പൈസ തന്നെയല്ലേ, അല്ലാണ്ട് അമ്മ അധ്വാനിച്ച് ഉണ്ടാക്കുന്നൊന്നുമല്ലല്ലോ.